ഹലോ ഫ്രണ്ട്സ്, അഭ്യം എഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മാരത്തോണിനാണ്. അതായത് എൻ്റെ ജിമ്മിലത്തെ BM-ഉം വെളിയങ്കോടും അതുപോലെ തന്നെ BM ഫിറ്റ്നസ് തിരൂരും കൂടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള മാരത്തോണിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. പാവം പുലർച്ചെ എത്തിയ ഒരാളെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ എണീപ്പിച്ചിട്ട് ഉറക്കമൊക്കെ ഒഴിപ്പിച്ചിട്ട് മാരത്തോണിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കെബിർക്ക് പേര് കൊടുത്തതായിരുന്നു, പക്ഷേ ആളൊന്നും എത്താൻ ലേറ്റായി. ആൾ കൊല്ലത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും പരിപാടി പങ്കെടുക്കുക എന്ന് മാത്രം ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ എനിക്കെന്തായാലും ഓടാൻ പറ്റില്ല, നടക്കാനും ഇപ്പോൾ കുറച്ചല്ലേ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്തും. അങ്ങനെ ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ ഇന്ന് സൺഡേ ആണ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബേബി പിന്നെ സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എണീക്കും, സ്കൂളുള്ള ദിവസം വിളിച്ചാൽ എണീക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്, അതായത് പ്ലേസ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മ ഈശ്വരമംഗലം തൊട്ടിട്ട് അതുപോലെ തന്നെ പൊന്നാനി കർമ്മ ഈശ്വരമംഗലം തൊട്ടിട്ട് ഹാർബർ വരെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ വഴി കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇക്ക വരാൻ ലേറ്റ് ആയതും ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിരുന്നാലും ആൾ എന്തായാലും നമുക്ക് ആ പരിപാടി ഒന്ന് പങ്കെടുക്കാം, നമുക്കൊന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് എനിക്ക് വേണ്ടി മാത്രം വരികയാണ് കേട്ടോ പാവം. അങ്ങനെ ഞങ്ങളതൊന്ന് കാണാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കർമ്മയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങളും കാര്യങ്ങളും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. കുറേ പേര് നടന്നവിടെ എത്തിയെന്ന് പറഞ്ഞു. നമ്മളെ വെളിയങ്കോട് ടീമും തിരൂർ ടീമാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. വെളിയങ്കോട് നിന്ന് കുറച്ച് പേരായിട്ടുള്ളൂ, ലേഡീസ് ആരും വന്നില്ല. ലേഡീസ് ആർക്കും പിന്നെ സൺഡേ അല്ലേ, പിള്ളേരൊക്കെ ഉള്ളല്ലോ, ഇത്രയും നേരത്തൊന്നും എണീറ്റിട്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വന്നില്ല ആരും. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ പേര് ജോഗിങ്ങിന് ഇറങ്ങിയതൊക്കെ കണ്ടു. പിന്നെ നല്ല രസമുണ്ട്. കർമ്മ ഇത്രയും നേരത്തെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഭംഗി, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇപ്പോൾ ഈ 2 ടീഷർട്ടാണ് ഇട്ട് പോണവരെ ഞാൻ നോട്ട് ചെയ്തത്. അതാണ് നമ്മളെ മാരത്തോണിന് കൊടുത്തിട്ടുള്ള ടീഷർട്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിട്ടിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ബാക്കിലാണ് തോന്നുന്നു, കുറേ പേര് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകും തോറും ഇങ്ങനെ ഓരോരുത്തരെ കാണാൻ പറ്റിയിട്ടാണ്. പിന്നെ നമ്മൾ കോച്ച് ജലീൽഖാനെ കണ്ടു. അപ്പോൾ ജലീൽക്ക് ഞങ്ങൾക്കുള്ള ടീഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടീഷർട്ട് ഇടാം, നമ്മളെന്തായാലും പരിപാടി പങ്കെടുക്കണമല്ലേ. ഓടുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്തായാലും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കുള്ള ഒഫീഷ്യൽ ടീഷർട്ടും നമ്മൾ സ്റ്റാഫല്ല അവിടുത്തെ ഒഫീഷ്യൽ ടീഷർട്ടും ബാക്കിയുള്ളവർക്കുള്ള ടീഷർട്ടുണ്ടായിരുന്നു. അപ്പോൾ കെബിർക്കാരുടെ ടീഷർട്ട് ഞാൻ കൊടുക്കുന്ന സൈസും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് തരുമായിരുന്നു നമ്മൾ ജലീൽക്ക്. അങ്ങനെ എനിക്കുള്ളതും കിട്ടി, ഇക്കാക്കുള്ളതും കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 പേരും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഹാർബറിൻ്റെ അങ്ങോട്ട് പോയിരുന്നിട്ടാണ്. ഇതാണ് വൈറ്റ് ടീഷർട്ട്, നമ്മളെ മാരത്തോൺ എഴുതിയിട്ട് കണ്ട ഒഫീഷ്യൽ ആയിട്ടുള്ള ടീഷർട്ടായിരുന്നു എൻ്റെത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ജലീൽക്കാനായിട്ട് നിന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് നിന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് 2 പിള്ളേർ നടക്കുന്നത് കണ്ട് അവർ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ നല്ലൊരു അതിശയമായിട്ടാണ്. ഈ പ്രായത്തിലത്തെ മക്കൾ സാധാരണ ഇങ്ങനത്തേനൊന്നും വരാറില്ല. എല്ലാവരും മൊബൈൽ അഡിക്റ്റും ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് പിള്ളേർ ഇത്രയും നേരത്തെ എണീറ്റിട്ട് ഈ ഒരു ആവശ്യത്തിന് വന്നല്ലോ. അതിനെന്തായാലും അവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവരൊപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ വണ്ടി, ഞാൻ പറഞ്ഞിക്കാട് പതുക്കെ പോവാ വണ്ടി, പിള്ളേർ വരണമെന്ന് കാണട്ടെ. അങ്ങനെ പിള്ളേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്ത് ഞാനും. അപ്പോൾ അവർക്ക് ആവേശം കൂടിയിട്ട് നടക്കാനുള്ളത്. അങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ നേരെ ഹാർബറിലേക്കാണ് പോയത്. കർമ്മ തിരക്കില്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഈവനിങ്ങിലാണ് പോവാറ്. അപ്പോൾ നല്ല തിരക്കായിരിക്കും കർമ്മ റോഡും. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ നടന്ന് പോകണ്ട എല്ലാവരും. അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറേ പേരുണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട് കണ്ട, അത്യാവശ്യം ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഹാർബർ എത്താനായിട്ടാണ്. അങ്ങനെ ഏകദേശം ഹാർബറിൻ്റെ ആ ഭാഗത്തേക്കും തിരിയണ ഒരു ഏരിയയാണ്. അപ്പുറമാണ് ഇപ്പുറത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഇത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇവിടെ നിന്ന് തന്നെയായിരുന്നു എനിക്കും ടെസ്റ്റ് ഉണ്ടായിരുന്നത്, 4 വീലറും 2 വീലറും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പഴയ നെസ്റ്റാൾജിയൊക്കെ അടിച്ചപ്പോൾ കുറേ പേര് അവിടെ പ്രാക്ടീസ് ചെയ്യണമൊക്കെ കണ്ട് അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അതേ നമ്മുടെ എല്ലാവരും ഓണേഴ്സും തിരൂർ ടീമും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതായിരുന്നു നമ്മളാ ഒരു ബോർഡ് വരുന്നത്, സേ നോ ടു ഡ്രഗ്സ് എന്ന് എഴുതിയിട്ട് കർമ്മ റൺ 2026 എന്നിട്ടുള്ള മിനി മാരത്തോണിൻ്റെ ബോർഡും കാര്യങ്ങളും. കുറേ പേര് ഓടി തളർന്ന് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ കണ്ട്. അങ്ങനെ നമ്മൾ വെളിയങ്കോടുള്ള ടീമാണ് ഈ നിൽക്കുന്നതൊക്കെ, വെളിയങ്കോടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഫോട്ടോ
വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് തന്നെയായിരുന്നു. നമുക്കിതിന് പ്രൈസ് മണി ഉണ്ടായിരുന്നുണ്ട്, അത് പറയാൻ മറന്നു ഞാൻ. ഫസ്റ്റ് പ്രൈസ് 5000 രൂപ, സെക്കൻഡ് പ്രൈസ് 3000, പിന്നെ 2500 അങ്ങനെ എന്തുകൊണ്ടാണ് പ്രൈസ്. സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും എനിക്ക് കറക്റ്റ് വലിയൊരു ഓർമ്മയില്ല കേട്ടോ. ഫസ്റ്റ് പ്രൈസാണ് 5000 ഉള്ളത്. അങ്ങനെ നമ്മൾ ആ ഓഡിയോർക്കൊക്കെ പ്രൈസ് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ചേച്ചി ഇതാ വരും, ചേച്ചിയും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മെഡലും കൊടുത്തിരുന്നു പങ്കെടുത്തവർക്കൊക്കെ. അങ്ങനെ പേര് കൊടുത്തവർക്കൊക്കെ കേട്ടോ, പങ്കെടുത്തവരും പേര് കൊടുത്തവരും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിള്ളേർ, നമ്മൾ മെഡലാണ് കാണുന്നത്. പിന്നെ പിള്ളേരുണ്ട് ഓടി തളർന്നവരാണെന്ന് ഗ്ലൂക്കോസ് പൊടി കഴിക്കണം. അപ്പോൾ ഞാനും കൈ കാട്ടി, പക്ഷേ എനിക്ക് ഷുഗറാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചെന്നുള്ളൂ, എന്നിട്ട് ബാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു. അപ്പോൾ നമ്മളെ ഓണേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ പ്രൈസ് കൊടുക്കണം. ഇപ്പോൾ ഈ കുട്ടിയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. ഇവനാണ് ഓടിയിട്ട് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവൻക്കാണ് നമ്മൾ 5000 റുപ്പീസ് പ്രൈസ് മണി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ സർട്ടിഫിക്കറ്റും മെഡലും പ്രൈസ് മണിയും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ ഓണേഴ്സ് നമ്മൾ ഗബീർഖാനെ വിളിച്ച് മൂപ്പരെ കൊണ്ട് സെക്കൻഡ് പ്രൈസിന് പ്രൈസ് മണിയൊക്കെ കൊടുപ്പിച്ച്. അപ്പോൾ അതെന്തായാലും അടിപൊളി. ഞാൻ പറഞ്ഞത് 3000 റുപ്പീസാണ് സെക്കൻഡ് പ്രൈസ്, പിന്നെ തേർഡ് പ്രൈസാണ് 2500 കൊടുത്തിരുന്നത്. അങ്ങനെ അതൊക്കെ പ്രൈസൊക്കെ കൊടുത്ത് എല്ലാവർക്കും, അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും പേര് കൊടുത്തവർക്കൊക്കെ സർട്ടിഫിക്കറ്റും മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പരിപാടി തന്നെയായിരുന്നു കേട്ടോ, ഉഷാറായിരുന്നു. ശരിക്കും ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് വെക്കണ തന്നെ അടിപൊളിയാണ്. എല്ലാവർക്കും ഒരു സൺഡേ ആയിട്ട് പോലും എല്ലാവർക്കും ഒരു ദിവസം ലീവ് കിട്ടുന്ന ദിവസമായിട്ടും എല്ലാവരും ഇതിൽ പങ്കെടുത്തില്ല. എത്ര ആൾക്കാർ പങ്കെടുത്തില്ല, അത് തന്നെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കെബീർക്കാക്കും കൂട്ടത്തിൽ കിട്ടിയിട്ട സർട്ടിഫിക്കറ്റും മെഡലും. അപ്പോൾ അവിടെ ചിരിക്കാൻ കേട്ടോ, നടക്കുക പോലും ചെയ്യാത്ത ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി പറഞ്ഞിട്ട് കളിയാക്കി ചുമ്മാ ചിരിക്കട്ടെ. കെബീർക്ക പങ്കെടുത്തേനെ, പക്ഷേ ഇതാണ് പ്രശ്നം, മൂപ്പര് എത്തിയതും ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. മൂപ്പർക്ക് നല്ലോണം പങ്കെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിനെ കൊണ്ട് കൊടുപ്പിക്കുക കേട്ടോ. ചേച്ചി പറയുന്നുണ്ട്, എന്നെ വിളിക്കുകയാണ് ചേച്ചിട്ട്, ഈ വായോ അടുത്ത ഈ കൊടുക്ക് സർട്ടിഫിക്കറ്റ് മെഡൽ എന്നൊക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചേച്ചിനെ കൊണ്ടും എല്ലാവരെ കൊണ്ടും കൊടുപ്പിച്ച് നല്ല രസമായിരുന്നു പരിപാടി. എന്തായാലും ഉഷാറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു കൊച്ചു കുട്ടിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ മോനെ തിരൂരിൽ നിന്ന് വന്നുള്ളതാണ് ആ കുട്ടിയും. അങ്ങനെ ആൾക്ക് ഇതേ മെഡലും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പാവ നല്ല ഹാപ്പിയായി. പിന്നെ അടുത്ത് നമ്മളെ ഊഹാണ്, എന്നെയാണ് വിളിച്ചത്. നമ്മൾ കോച്ചാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ വിളിക്കുമല്ലോ. അപ്പോൾ ഇവനക്കായിരുന്നു എനിക്ക് കൊടുക്കേണ്ടിണ്ടായിരുന്നു. ഇവൻ തിരൂരിലാണ്, നമുക്ക് മുന്നേ അറിയാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ആളെ. അങ്ങനെ ഇതേ ഇവനക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. സർട്ടിഫിക്കറ്റും മെഡലൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ ആരോടോ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു തന്നിട്ട് എനിക്കും അങ്ങനെ ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു.
നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ടായ എൻ്റെ ചെറിയൊരു വിഷ്വൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ടൈമിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. സംഭവം നല്ല ഒരു രസമായിരുന്നു. എല്ലാവരും കൂടെ ആ വൈറ്റ് ഡ്രസ്സിൽ പോണത് കാണുമ്പോൾ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ ഹാർബറിൽ കയറാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അറിയണത് ഒരാൾക്ക് 15 രൂപയാണ്. അവിടേക്ക് ടോക്കനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ പോകണില്ല വിചാരിച്ചില്ലെങ്കിൽ നല്ല മീനും കാര്യങ്ങളൊക്കെ വായിക്കായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടി നമ്മളെ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഹനീന റെസ്റ്റോറൻറ്റ് വരുന്നത്, ആ പള്ളിക്കുളത്തിൻ്റെ ഭാഗത്തായിട്ട്. അങ്ങനെ ഞാനും ഉക്കയും കൂടെ നടന്ന് പോവുകയാണ് കേട്ടോ. മോർണിംഗ് ടൈമാണല്ലോ, നല്ല വിശക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടി. അപ്പോൾ പള്ളിയുടെ മെയിൻ എൻട്രൻസ് ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെറുതിൽ പോയിട്ടുള്ളൊരു ഓർമ്മയുള്ളൂ വലിയ ജുമാഅത്ത് പള്ളിക്ക്. ഈ ടൈമിൽ പിന്നെ ഞാൻ ഡ്രസ്സ് നമ്മൾ ജീൻസ് ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കയറിയില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ കയറായിരുന്നു, പള്ളിയല്ലേ, നമ്മളെന്തായാലും അതിൻ്റേതായ ഒരു ഡ്രസ്സിങ്സിൽ വേണ്ട കയറാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫുഡ് കഴിക്കാനായിട്ട് പോവുമല്ലേ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയി, നല്ല വിശക്കണുണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് അറിയണത് അവിടെ നല്ല ക്യൂ ആണുള്ളത്. പിന്നെ മൗനം ആണ് കാണുന്നത്. അതായത് നമ്മൾ മതം മാറി വരുന്നവരൊക്കെ ഇസ്ലാം മതത്തേക്ക് സ്വീകരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വേറെ മതത്തിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം മതത്തിലേക്ക് ആവുന്നുണ്ടെങ്കിൽ അവർ ആദ്യം കൊടുത്തിട്ട് താമസിപ്പിക്കുക മൗനത്താണ്. ഇവിടെ പൊന്നാനി കേരളത്തിലാകെയുള്ളൊരു സ്ഥലമാണത്. എവിടെ നിന്നാണെങ്കിലും ആൾക്കാർ വന്നിട്ട് അവിടെ വന്നിട്ടാണ് മതം മാറിയിട്ട് വരും. അങ്ങനെയൊക്കെ ക്യൂലൊക്കെ കുറേ നേരം നിന്നിട്ട് ഇത് നമുക്ക് ലാസ്റ്റ് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശന്നിരിക്കുന്ന ടൈമിൽ ചൂട് മുട്ടപ്പത്തിരിയും ബീഫ് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് ഫസ്റ്റ് ടൈമൊന്നുമല്ല കേട്ടോ, മുന്നേ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ പൊന്നാനിലാണല്ലോ ഈ പ്രോഗ്രാം വെച്ചത്. പൊന്നാനിയിൽ വന്നപ്പോൾ പിന്നെ എന്തായാലും ഇത് കഴിച്ചിട്ട് പോവുക. ചായയും വാങ്ങിച്ചും മുട്ടപ്പത്തിരിയും ബീഫൊക്കെ ആ കുളത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ കഴിച്ച്, കുളത്തിന് അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ടാണ് ശരിക്കും കഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് ഈ ഒരു ടൈമിൽ വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കണ്ട് കുളമൊക്കെ നല്ല ആസ്വദിച്ച് മീനും അതിൽ കുറേ കുളക്കോഴിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് തിരിച്ച് റിട്ടേൺ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു, അവിടെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണുന്നവർക്കും ബൈ.